നമസ്കാരം സുഹൃത്തുക്കളെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP ഒന്നാം സെമസ്റ്റർ BSc വിദ്യാർത്ഥികളുടെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സിലെ യാത്രാവിവരണം റുബൂൽ ഹാലിയിലെ നാറാണത്ത് ഭ്രാന്തൻ V. മുസഫർ അഹമ്മദ്. ഈ പാഠഭാഗത്തിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം ഈ വീഡിയോയിൽ. അപ്പോൾ ഈ ചോദ്യോത്തരങ്ങളിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് എടുത്ത് കാണുക. നമ്മുടെ ചാനലിലുണ്ട്. ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. 2 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് ഏതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു യാത്രാ വിവരണമാണല്ലോ. അപ്പോൾ മുസഫർ അഹമ്മദ് ആണല്ലോ രചിച്ചത്. അതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങനൊരു ചോദ്യം പ്രതീക്ഷിക്കാം. മുസഫർ അഹമ്മദിൻ്റെ ഏതെങ്കിലും 2 കൃതികളുടെ പേര് എഴുതുക. മരുമരങ്ങൾ എന്ന് പറയുന്ന കൃതി എഴുതാം, മരുഭൂമിയുടെ ആത്മകഥ എഴുതാം. ഇനി വേറെതൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതും എഴുതാം കേട്ടോ. കോമൺ ആയിട്ട് 2 മാർക്കിനുള്ള രീതിയിൽ പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങനൊരു ചോദ്യം ഇട്ടത്. അടുത്ത ചോദ്യം, അയാൾ ഒരു ജിന്നായിരിക്കാമെന്ന് വെറുതെ തോന്നി, സന്ദർഭമേത്? അങ്ങനെ ചോദിക്കും കേട്ടോ. ഇടേന്ന് ഓരോ വരിയൊക്കെ എടുത്തിട്ട് സന്ദർഭം ചോദിക്കും. അയാൾ ഒരു ജിന്നായിരിക്കാമെന്ന് വെറുതെ തോന്നി, സന്ദർഭം ഏതായിരുന്നു? തമ്പുകൾ സ്ഥാപിച്ച സ്ഥലത്തേക്ക് വരുന്ന ഒട്ടകക്കൂട്ടത്തെ തടഞ്ഞ് ഒരു GMC വാഹനം നിന്നു. അത് ഹോണടിച്ച് ഒട്ടകങ്ങളെ മറ്റൊരു പാതയിലേക്ക് നയിച്ചു. GMCയിൽ വന്നയാൾ വന്ന പോലെ ഒട്ടകക്കൂട്ടവുമായി അപ്രത്യക്ഷനായി. ഇതാണ് സന്ദർഭം. ആ ആളെക്കുറിച്ചാണ് പറയുന്നത് എന്ത്? അയാൾ ഒരു ജിന്നായിരിക്കുമെന്ന് വെറുതെ തോന്നിയെന്ന് ലേഖകൻ പറയുന്നത്. അടുത്ത ചോദ്യം, റുബൂൽ ഹാലിയുടെ പ്രത്യേകത എന്ത്? നമ്മുടെ പാഠഭാഗം റുബൂൽ ഹാലിയിലെ നാറാണത്ത് ഭ്രാന്തനാണല്ലോ. അപ്പോൾ എന്താണ് ഈ റുബൂൽ ഹാലി? അതിൻ്റെ പ്രത്യേകത എന്താണ്? വലുപ്പത്തിൽ ലോകത്ത് 2ാമത്തെ മരുഭൂമിയാണിത്. യമൻ, സൗദി അറേബ്യ, ഒമാൻ, അബുദാബിയിലെ ലിവ വരെ നീളുന്നതാണ് റുബൂൽ ഹാലി. ഓക്കെ. അടുത്ത ചോദ്യം, ഒരാൾ വാപൊളിച്ച് അന്തം വിട്ട് നിൽക്കുന്ന പോലെ എന്തിനെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്? എന്തിനെക്കുറിച്ചാണ് ഒരാൾ വാപൊളിച്ച് അന്തം വിട്ട് നിൽക്കുന്ന പോലെ എന്ന് ഈ പാഠഭാഗത്ത് പറയുന്നത്? എന്തിനെക്കുറിച്ചായിരുന്നു? മണൽച്ചതിയിൽ പെട്ടുപോയ വാഹനത്തെക്കുറിച്ചാണ് അങ്ങനെ പറയുന്നത്. ഇനി എന്ത് ചോദിക്കാം? ചൊരിമണലിൻ്റെ പ്രത്യേകത എന്താ? വെളുത്ത നിറമാണ് ചൊരിമണലിന് അല്ലേ. ഇതിൽ പലതരം മണലിനെ കുറിച്ചിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ ചൊരിമണലിൻ്റെ പ്രത്യേകത എന്താണ്? വെളുത്ത നിറമാണ്. അതിൽ വാഹനം ഇറക്കിയാലും ആളിറങ്ങിയാലും കുടുങ്ങിപ്പോകും. ഒട്ടകങ്ങൾ പോലും ചിലപ്പോൾ വിഷമിച്ചു പോകും എന്ന് പറയുന്നുണ്ട് ലേഖകൻ. ഇനി അടുത്ത ചോദ്യം, തരിമണലിൻ്റെ പ്രത്യേകത എന്ത്? വെളുപ്പ് നിറമാണ്. അതുള്ള പ്രദേശങ്ങളിൽ മനുഷ്യൻ വെറുതെ നിന്നാൽ മുട്ടറ്റം വരെ പൂണ്ടുപോകും എന്നാണ് ലേഖനത്തിൽ പറയുന്നത്, യാത്രാവിവരണത്തിൽ പറയുന്നത്. അടുത്ത ചോദ്യം, മണൽ വകഭേദങ്ങളിൽ ഏറ്റവും മനോഹരമായത് എന്ന് മുസഫർ അഹമ്മദ് പറയുന്നത് എന്തിനെയാണ്? അതായത് കുറേ മണലിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അതിൽ മണൽ വകഭേദങ്ങളിൽ ഏറ്റവും മനോഹരമായത് എന്ന് മുസഫർ അഹമ്മദ് പറയുന്നത് ഏതിനെക്കുറിച്ചാണ്? ഉത്തരം എന്താണ്? അദ്ദേഹം മരുഭൂയാത്രയിൽ ഒരിടത്ത് മണലിൽ വളരെ ചെറിയ കറുത്ത പല്ലുകൾ പാകിയ പോലെ കണ്ടു. മൊസൈക്ക് ചെയ്ത പോലെ ആയിരുന്നു അത്. അതായിരുന്നു മണൽ വകഭേദങ്ങളിൽ ഏറ്റവും മനോഹരമായത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അടുത്ത ചോദ്യം, വീടിന് തറയിടുന്നത് പോലെ അങ്ങേയറ്റം ശ്രദ്ധയോടെയാണ് ഇതിൻ്റെ നിർമ്മിതി. മുസഫർ അഹമ്മദ് ഇങ്ങനെ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? മരുഭൂയാത്രയിൽ കണ്ട കിളിവീടിനെ കുറിച്ചാട്ടോ പറയുന്നത്. അത്രയും ശ്രദ്ധയോടെ ചെയ്യുന്നതെന്ന്. അടുത്ത ചോദ്യം, മരണം എല്ലാ ഭംഗിയും കെടുത്തിക്കളയുന്നുവെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടും, സന്ദർഭമേത്? മരണം എല്ലാ ഭംഗിയും കളയുന്നുവെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടും, സന്ദർഭമേത്? ഏതായിരുന്നു? നക്ഷത്രക്കബർ കാണുമ്പോൾ അങ്ങനെ തോന്നുമെന്ന് എഴുത്തുകാരൻ പറയുന്നുണ്ട് അല്ലേ. അതാണ് സന്ദർഭം. അടുത്ത ചോദ്യം, കാറ്റിനെ മുസഫർ അഹമ്മദ് വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? അത് തന്നെയല്ലേ പാഠത്തിൻ്റെ പേരും. ശരിക്കും കാറ്റിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? മരുഭൂമിയിലെ നാറാണത്ത് ഭ്രാന്തനാണ് കാറ്റ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, ഉമ്മു റുഹൈബയിൽ നടക്കുന്ന ഒട്ടകമേളയെ പരിചയപ്പെടുത്തുക. ഇത് ചിലപ്പോൾ 6 മാർക്കിന് ചോദിക്കാം, അല്ലെ SIക്കൊക്കെ ചോദിക്കാം, 10 മാർക്കിനൊക്കെ. അത് ചോദ്യത്തിൻ്റെ മാർക്കിനനുസരിച്ചിട്ട് നിങ്ങൾ എഴുതുക. ഇതിപ്പോൾ 2 മാർക്കിന് ചോദിക്കുമ്പോൾ ജസ്റ്റ് എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഉമ്മു റുഹൈബയിൽ നടക്കുന്ന ഒട്ടകമേള എന്താണ്? സൗദി അറേബ്യയുടെയും കുവൈത്തിൻ്റെയും അതിർത്തിയിൽ ഉമ്മു റുഹൈബയിൽ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ് എന്ത്? ഒട്ടകമേള. വർഷത്തിൽ ഒരിക്കലാണ് അവിടെ ഒട്ടകമേള നടക്കുന്നത്. ഇനി കാറ്റ് വിജയിച്ചതിൻ്റെ ആദ്യ അടയാളം ശരീരം കാട്ടിത്തുടങ്ങുകയാണ്, സൂചിതമെന്ത്? ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് ലേഖകൻ, കാറ്റ് വിജയിച്ചതിൻ്റെ ആദ്യ അടയാളം ശരീരം കാട്ടിത്തുടങ്ങുകയാണ്. ഏതായിരുന്നു സന്ദർഭം നോക്കൂ? കാറ്റ് ശക്തി പ്രാപിച്ചപ്പോൾ യാത്രികരുടെ മൂക്ക് ഒലിച്ചു തുടങ്ങി. ഇതിനെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. എങ്ങനെ? കാറ്റ് വിജയിച്ചതിൻ്റെ ആദ്യ അടയാളം ശരീരം കാട്ടിത്തുടങ്ങുകയാണ് എന്ന്. അടുത്ത ചോദ്യം ഇതാണ്, ആരാണ് ബദുക്കൾ? അറേബ്യയിലെ മരുഭൂപ്രദേശങ്ങളിൽ അധിവസിച്ചിരുന്ന നാടോടികളായ അറബ് ഗോത്രങ്ങളാണ് ആര്? ബദുക്കൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, എന്താണ് റബാബ? ഇതൊക്കെ ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ചോദ്യം, റബാബ എന്താണെന്നൊക്കെ ഉള്ളത്. എന്താണ് റബാബ? ബദു അറബികളുടെ പരമ്പരാഗത സംഗീത ഉപകരണമാണ് റബാബ. അടുത്ത ചോദ്യം, ഏകാന്തമായ മരുഭൂമിയിൽ അലയുന്ന കാറ്റിൻ്റെ ഗദ്ഗതങ്ങളെയാണ് ആ ചെറുപ്പക്കാരൻ വായിക്കുന്നത് എന്ന് തോന്നി. എന്തിനെക്കുറിച്ചാണ് ലേഖകൻ ഇങ്ങനെ പറയുന്നത്? ഏകാന്ത
ശാന്തമായ മരുഭൂമിയിൽ അലയുന്ന കാറ്റിൻ്റെ ഗദ്ഗതങ്ങളെയാണ് ആ ചെറുപ്പക്കാരൻ വായിക്കുന്നത് എന്ന് തോന്നി. എന്തിനെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്? ഉത്തരം എന്താണ്? അറബി യുബാവിൻ്റെ റബാബ വായനയെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: തങ്ങൾ നടന്ന ദൂരങ്ങൾ അവ തൽക്കാലത്തേക്കെങ്കിലും മറന്നിരിക്കുന്നു, പരാമർശം എന്ത്? തങ്ങൾ നടന്ന ദൂരങ്ങൾ അവ തൽക്കാലത്തേക്കെങ്കിലും മറന്നിരിക്കുന്നു, പരാമർശം എന്ത്? ഒട്ടകമേളയിൽ എത്തിയിരിക്കുന്ന ഒട്ടകങ്ങളുടെ പ്രണയമാണ് പരാമർശം. അവയെക്കുറിച്ചാണ് പറയുന്നത്. അടുത്ത ചോദ്യം: യമനികളുടെ വസ്ത്രധാരണ രീതി എങ്ങനെയാണ്? ഉത്തരം: ഇലകളും പൂക്കളും ഒന്നിക്കുന്ന കിരീടമണിയും കട്ടിയുള്ള വസ്ത്രത്തിൽ തീർത്ത തുണിയും കുപ്പായവുമാണ് വേഷം. അടുത്ത ചോദ്യം: ഗോപുരങ്ങളുടെ മിനിയേച്ചറുകൾ എന്ന് പറയുന്നത് എന്തിനെയാണ് ഈ ലേഖനത്തിൽ, ഈ യാത്രാ വിവരണത്തിൽ? ഉത്തരം: മലനിരകളിലൂടെ അലയുന്നതിനിടെ കണ്ട കബറുകൾ കല്ലിലായിരുന്നു പണിഞ്ഞിരുന്നത്. അവയെയാണ് ഇങ്ങനെ പറയുന്നത്, കൽഗോപുരങ്ങളുടെ മിനിയേച്ചറുകൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: ചർമ്മരോഗങ്ങൾക്ക് ഇത്തരം ഉറവകളിൽ ഇറങ്ങിയുള്ള കുളി സമാധാനം പകരും, സൂചന എന്ത്? ഫിഫയുടെ അടിവാരത്ത് ചൂടുറവയുണ്ട്. സൗദിയുടെ പല ഭാഗങ്ങളിലായി ഇത്തരം ഉറവകൾ കാണാം. ഈ ഉറവകളെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം: ആരായിരുന്നു അബ്ദുള്ള അദ്ദിൻദാൻ? ഉത്തരം: ഒരു ബദു കവിയാണ്. ഈ അബ്ദുള്ള അദ്ദിൻദാനെ കുറിച്ചും വേണമെങ്കിൽ നിങ്ങളോട് ഷോർട്ട് എസ്സേ ആയിട്ടും ലോങ് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ 2 മാർക്കിന് ചോദിക്കുമ്പോൾ ആരായിരുന്നു അദ്ദേഹം? ഒരു ബദു കവിയായിരുന്നു. ഇപ്പോൾ 6 മാർക്കിൻ്റെ ഒരു പേജിൽ എഴുതാൻ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിത വിവർത്തനം ചെയ്തതിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ കവിതകളിലെ വരികളെക്കുറിച്ചൊക്കെ സംസാരിക്കാം. അതൊക്കെ കൃത്യമായിട്ട് ക്ലാസ് പറയുന്നുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം: ഞങ്ങളെപ്പോലെ സംഘമായി ജീവിക്കൂ, നിങ്ങൾക്കും ഞാൻ 100 പിന്നിടുന്ന ആയുസ് വാഗ്ദാനം ചെയ്യാം. ആരുടെ വാക്കുകളാണ്? ഇതും പറഞ്ഞാണ് ഈ യാത്രാ വിവരണം അവസാനിപ്പിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഭാഗം അവസാനിപ്പിക്കുന്നത്. ഉത്തരം എന്താണ്? 100 വയസ്സ് പിന്നിട്ട ഒരു ബദു പഴയ ഒരു യാത്രയിൽ എഴുത്തുകാരനോട് പറയുന്നതാണിത്. എന്ത്? ഞങ്ങളെപ്പോലെ സംഘമായി ജീവിക്കൂ, നിങ്ങൾക്കും ഞാൻ 100 പിന്നിടുന്ന ആയുസ് വാഗ്ദാനം ചെയ്യാമെന്ന്. ഓക്കെ. ഇനി നമുക്ക് 6 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒരു പേജിലാണ് ഉത്തരം എഴുതേണ്ടത്. ചോദ്യം: അയാൾ ഒരു ജിന്നായിരിക്കുമെന്ന് വെറുതെ തോന്നി, സന്ദർഭം വിശദമാക്കുക. ഇതേ ചോദ്യം നമ്മൾ 2 മാർക്കിനും പറഞ്ഞിട്ടുണ്ട്. അപ്പം ജസ്റ്റ് അതെന്താണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് 6 മാർക്കിന് ചോദിക്കുമ്പോൾ ഒരു പേജിൽ എഴുതാവുന്ന രീതിയിൽ ആ സന്ദർഭം വിശദീകരിച്ച് നിങ്ങൾക്ക് പറയാം. അടുത്ത ചോദ്യം 6 മാർക്ക്: മണൽക്കുഴിയിൽ കുടുങ്ങുന്ന വാഹനത്തെ ഉയർത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് എഴുത്തുകാരൻ വിശദീകരിക്കുന്നത്. കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പും അതിൽ പറയുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം: മണൽ വകഭേദങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. അപ്പം നേരത്തെ നമ്മൾ സിമ്പിളായിട്ട് ചൊരിമണലേത്, ഇന്നേ മണലേത്, അങ്ങനെയല്ലേ ചോദിച്ചിട്ടുള്ളൂ. അത് എല്ലാം കൂടി ചേർത്ത് നിങ്ങൾക്കൊരു ഷോർട്ട് എസ്സേ ആക്കി എഴുതാം. ഗാഫ് വൃക്ഷങ്ങളെക്കുറിച്ച് എഴുത്തുകാരൻ പറയുന്നത് എന്തെല്ലാമാണ്? അതും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാനിവിടെ ക്ലാസ്സിൻ്റെ ലിങ്ക് കൊടുക്കാം. അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ ഉത്തരം ഫുള്ളായിട്ട് എഴുതാൻ പറ്റും. അടുത്ത ചോദ്യം: മരുഭൂമിയിൽ ലേഖകൻ കണ്ട കിളിവീടുകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കിളിവീടുകളും പിന്നെ അത് രൂപപ്പെടുന്ന രീതിയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നക്ഷത്ര കബർ വിശദമാക്കുക. നക്ഷത്ര കബറിനെ കുറിച്ച് ഒരു ഷോർട്ട് എസ്സേ ചോദിക്കുമ്പോൾ അതെന്താണെന്നുള്ളതും പിന്നെ അതെവിടെയാണ് ഇദ്ദേഹം കാണുന്നത് എന്നുള്ളതും അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ചിന്തകളൊക്കെ പറയാം കേട്ടോ. അടുത്ത ചോദ്യം: മരുഭൂമിയിലെ കാറ്റിനെ കുറിച്ച് ലേഖകൻ പറയുന്നത് എന്തെല്ലാം? ഇത് ശരിക്കും ഷോർട്ട് എസ്സേ ലോങ് എസ്സേ ഇതിലൊന്നും നിൽക്കില്ല, അത്ര അധികം പറയുന്നുണ്ട് കാറ്റിനെ കുറിച്ച്. അപ്പോൾ ഒരു പേജിൽ ചോദിക്കുമ്പോൾ ആ രീതിയിൽ എഴുതുക. 10 മാർക്കിനാണ് ചോദിച്ചെങ്കിൽ ആ രീതിയിൽ എഴുതുക. അടുത്ത ചോദ്യം: ഒട്ടകമേളയെക്കുറിച്ച് ലേഖകൻ പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? അതും ഞാൻ പറഞ്ഞല്ലോ. ജസ്റ്റ് 2 മാർക്കിന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതെന്താ എവിടെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. വർഷത്തിൽ ഒരിക്കലാണെന്നുള്ള കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. ഷോർട്ട് എസ്സേയോ ലോങ് എസ്സേയോ ആകുമ്പം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്ത ചോദ്യം: അബ്ദുള്ള അദ്ദിൻദാനെ പരിചയപ്പെടുത്തുക. അപ്പോൾ അദ്ദേഹം ആരാന്നുള്ളതും അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചൊക്കെ പറയാം. ഇനി 10 മാർക്ക് 3 പേജ് ലോങ് എസ്സേ. മരുഭൂമിയിലൂടെ നടത്തിയ യാത്രകളിൽ വി മുസഫർ അഹമ്മദിനുണ്ടായ അനുഭവങ്ങൾ എന്തെല്ലാമായിരുന്നു? അപ്പോൾ ഇതൊക്കെ പറയാമല്ലോ അല്ലേ 3 പേജിൽ. അടുത്ത ചോദ്യം: മരുഭൂമിയിലൂടെ നടത്തിയ യാത്രകൾ വലിയ വിസ്മയങ്ങളാണ് യാത്രികർക്ക് സമ്മാനിച്ചത്, ശരിയോ? റുബുൽ ഹാലിയിലെ നാറാണത്ത് ഭ്രാന്തൻ എന്ന പാഠഭാഗം മുൻനിർത്തി വിശദീകരിക്കുക. അതെ, വലിയ വിസ്മയങ്ങൾ തന്നെയാണല്ലോ അല്ലേ. അപ്പം മരുഭൂമിയിൽ കണ്ട കാഴ്ചകൾ അത്രയും, കാറ്റിനെക്കുറിച്ചും കിളിവീടുകളെക്കുറിച്ചും നക്ഷത്ര കബറിനെക്കുറിച്ചും കങ്കാരു എലിയെക്കുറിച്ചും ഒക്കെ ഒട്ടകമേളയെക്കുറിച്ചും ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്